ജനാധിപത്യത്തിന്റെ കാവലാളുകളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബ്രിട്ടനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കൗമാരക്കാരന്റെ ദാരുണമായ കൊലപാതകം, അതിനെ തുടർന്ന് രാജ്യം മുഴുവൻ പടരുന്ന വംശീയ കലാപങ്ങൾ, പോരാത്തതിന് ലോക കോടീശ്വരൻ ഇലോൺ മസ്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം. അതെ, അമേരിക്കയിലെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രസ്ഥാനത്തിന് സമാനമായിട്ട് ബ്രിട്ടനെ ആകെ ഉലയ്ക്കാൻ പോകുന്ന വലിയൊരു മനുഷ്യാവകാശ നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് UK ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹെൻറി നൊവോക്ക് എന്ന ബ്രിട്ടീഷ് കൗമാരക്കാരനെ ഒരു സിഖ് വംശജൻ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമാണ് UK ഇപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? ഇതിൽ എന്തിനാണ് ഇലോൺ മസ്കും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇടപെട്ടത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. സംഭവം നടക്കുന്നത് ബ്രിട്ടനിലാണ്. ഹെൻറി നൊവോക്ക് എന്ന UK സ്വദേശിയായ കൗമാരക്കാരൻ ഒരു സിഖ് വംശജനാൽ ക്രൂരമായി കുത്തിക്കൊല ചെയ്യപ്പെട്ടു. അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടപ്പോൾ ഉയർന്നു കേട്ട "ഐ കാന്റ് ബ്രീത്ത്" എന്ന മുദ്രാവാക്യത്തിന് സമാനമായിട്ട് ഈ കൊലപാതകം UKയിലെ ഭൂരിപക്ഷ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള വംശീയ വിദ്വേഷത്തിന് കാരണമായിട്ടുണ്ട്. ബ്രിട്ടനിലെ വലതുപക്ഷ ഗ്രൂപ്പുകളും തദ്ദേശീയരും ഈ സംഭവത്തെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വമ്പൻ ആയുധമാക്കി മാറ്റി. കാലങ്ങളായിട്ട് UKയിൽ നിലനിൽക്കുന്ന കുടിയേറ്റ വിരുദ്ധ മനോഭാവം ഈ ഒരൊറ്റ സംഭവത്തോടെ തെരുവുകളിലേക്ക് പടർന്നു. നിരവധി സ്ഥലങ്ങളിൽ അക്രമവും പ്രതിഷേധങ്ങളും ഒക്കെ അരങ്ങേറി. കൗമാരക്കാരന്റെ കൊലപാതകത്തെ വെറും ഒരു ക്രിമിനൽ കുറ്റമായി കാണാതെ ബ്രിട്ടീഷ് ജനതയുടെ സുരക്ഷയ്ക്കുമേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഒരു വിഭാഗം ഇതിനെ ചിത്രീകരിക്കുന്നത്. UKയിലെ ഈ ആഭ്യന്തര പ്രശ്നം ആഗോളതലത്തിലേക്ക് വളർന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉടമ ഇലോൺ മസ്കിന്റെ ഇടപെടലോടെയാണ്. UKയിലെ അക്രമങ്ങളുടെ വീഡിയോകൾ പങ്കുവച്ചുകൊണ്ട് ബ്രിട്ടനിൽ ഒരു ആഭ്യന്തര യുദ്ധം ഒഴിച്ചുകൂടാനാവാത്തതാണ്, സിവിൽ വാർ ഇസ് ഇൻഎവിറ്റബിൾ എന്ന രീതിയിൽ മസ്ക് പോസ്റ്റ് ഇട്ടത് വലിയ വിവാദമായി. ഇതിനെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇലോൺ മസ്ക് UKയെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ് എന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പല രാജ്യങ്ങളുടെയും ആഭ്യന്തര സുരക്ഷയ്ക്ക് പുതിയ ഭീഷണിയായി മാറിക്കഴിഞ്ഞു എന്നുമാണ് സ്റ്റാമർ കുറ്റപ്പെടുത്തുന്നത്. വ്യാജ വാർത്തകളും വിദ്വേഷ പ്രസ്താവനകളും ഓൺലൈൻ വഴി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഇതിനോടകം തന്നെ അമേരിക്കൻ രാഷ്ട്രീയവും ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രമുഖ നേതാവും ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനുമായ JD വാൻസ് UKയിലെ സാഹചര്യങ്ങളെയും അവിടുത്തെ നിയമവ്യവസ്ഥയെയും പരിഹസിച്ച് സംസാരിച്ചു. ഒരു ആണവായുധമുള്ള ഇസ്ലാമിക രാജ്യം ആദ്യമായിട്ട് ഉണ്ടാകുന്നത് UKയിലായിരിക്കുമെന്ന തരത്തിലുള്ള വാൻസിന്റെ മുൻകാല പ്രസ്താവനകളും ഇതിനോടൊപ്പം ചർച്ചയായിട്ടുണ്ട്. വാൻസിന്റെ ഈ അനാവശ്യ കമന്റുകളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇന്ന് ഏതൊരു രാജ്യത്തെയും ക്രമസമാധാനം തകർക്കാൻ അതിർത്തി കടന്നുള്ള സൈന്യത്തിന്റെ ആവശ്യമില്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലെ ഒരൊറ്റ ട്രെൻഡിംഗ് ഹാഷ്ടാഗ് മതി. UKയിലെ ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു കൊലപാതക കേസിനെ ആഗോളതലത്തിലെ വംശീയ ചർച്ചയാക്കി മാറ്റിയതിൽ സോഷ്യൽ മീഡിയ അൽഗോരിതംസിന് വലിയ പങ്കുണ്ട്. ഒരു വശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന ഇലോൺ മസ്കും മറുഭാഗത്ത് രാജ്യത്തിന്റെ ക്രമസമാധാനം നിലനിർത്താൻ ഓൺലൈൻ സെൻസർഷിപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ജനാധിപത്യ സർക്കാരുകളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഹെൻറി നൊവോക്കിന്റെ കൊലപാതകം ബ്രിട്ടനിലെ വംശീയതയുടെയും നിയമ സംവിധാനങ്ങളുടെയും വലിയൊരു പരാജയത്തെയാണ് കാണിക്കുന്നത്. പണവും സാങ്കേതിക വിദ്യയുമുള്ള വൻകിട കോടീശ്വരന്മാർക്ക് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടാൻ സാധിക്കുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇലോൺ മസ്കിന്റെ ഈ നീക്കങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.